മിനാബ് സ്കൂളും അമേരിക്കൻ നുണകളും. തെക്കൻ ഇറാനിലുള്ള മിനാബിലെ ഗേൾസ് സ്കൂളിൽ വീണ മിസൈലുകൾ ആര് തൊടുത്തതാണ്? ഇറാൻ എന്ന് ട്രംപ്. അതിനിടെ ഇറാനിൽ പെൺകുട്ടികൾക്ക് സ്കൂളോ എന്ന് അത്ഭുതപ്പെട്ടവരുമുണ്ട്. വാസ്തവത്തിൽ ഇറാനിൽ പെൺകുട്ടികൾ പഠിക്കുന്നു എന്ന് മാത്രമല്ല, LB മീഡിയ ചൂണ്ടിക്കാട്ടുന്ന പോലെ അമേരിക്കയിലുള്ളതിനേക്കാൾ കൂടുതൽ വനിതാ ശാസ്ത്രജ്ഞർ ഇറാനിലുണ്ട്. ഗസയെ പോലെ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലാണ് ഇറാൻ. അഫ്ഗാനിസ്ഥാനിലെ പോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇറാനിൽ വിലക്കില്ലെന്ന് മാത്രമല്ല, പ്രോത്സാഹനമുണ്ട് താനും. സ്ത്രീ സാക്ഷരത 96% ഇവിടെ. ഇറാനിൽ പൗരോഹിത്യ ഭരണമുണ്ടെന്ന് പറയുന്നതിൽ ശരിയുണ്ട്. അത് പക്ഷേ വിദ്യാഭ്യാസത്തെ തളർത്തുകയല്ല ചെയ്തത്. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം വിദ്യാഭ്യാസം കുതിച്ചുയർന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിലും ഇതുതന്നെ അവസ്ഥ. പാശ്ചാത്യ മാധ്യമങ്ങൾ നിർമ്മിച്ച വാർപ്പ് ചിത്രങ്ങൾ മറിച്ചാണ് പറയുന്നതെങ്കിലും സർക്കാരിൻ്റെ വിമർശകരും നൊബേൽ ജേത്രികളുമായ നർഗീസ് മുഹമ്മദിയും ഷിറീൻ ഇബാദിയും മുതൽ ഗണിത ശാസ്ത്രജ്ഞ മറിയം മിർസ ഖാനി, ശാസ്ത്രജ്ഞരായ അലി ജവൻ, കുമ്രുൻ വഫ, കലാകാരി ഷിറീൻ നഷാദ്, സിനിമാ നിർമ്മാതാവ് അസ്ഗർ ഫർഹദി എന്നിങ്ങനെ സ്ത്രീകളും പുരുഷന്മാരുമായി ആഗോള പ്രശസ്തർ അനേകം. ട്രംപും നെതന്യാഹുവും നേടിയതിലേറെ അക്കാദമിക മികവുള്ളവരാണ് ഇറാൻ ഭരിക്കുന്നവർ, ഏറെയും PhD-ക്കാർ. ഇപ്പോഴത്തേതിനെ PhD-ക്കാരുടെ പോരാട്ടം എന്ന് വിളിക്കുന്നവർ തന്നെ ഉണ്ട്. പ്രസിഡന്റ് ഡോക്ടർ പെസസ്കിയാൻ കാർഡിയോളജിയിൽ MD ആണ്. പാർലമെന്റായ മജ്ലിസിന്റെ സ്പീക്കർ പൊളിറ്റിക്കൽ ജിയോഗ്രഫിയിൽ PhD ആണ്. ഒന്നാം വൈസ് പ്രസിഡന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ PhD. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇന്റർനാഷണൽ റിലേഷൻസിൽ PhD. ആണവോർജ വകുപ്പ് തലവന് സിവിൽ എഞ്ചിനീയറിംഗിൽ PhD ഉണ്ട്. ധനകാര്യമന്ത്രിക്ക് ഇക്കണോമിക്സിലാണ് PhD. കേന്ദ്ര ബാങ്കിന്റെ മേധാവിക്കും ഇക്കണോമിക്സിൽ PhD ഉണ്ട്. ആണവോർജ സംഘടനാ മേധാവിക്ക് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ PhD. ഉന്നതതല തർക്കപരിഹാര സമിതി തലവന് പൊളിറ്റിക്കൽ സയൻസിലാണ് PhD. ഗസയെ പോലെ വിദ്യാഭ്യാസത്തിന് വൻ പ്രാധാന്യം നൽകുന്ന നാട്ടിലെ വിദ്യാഭ്യാസത്തെ യുദ്ധക്കുറ്റവാളികൾ ലക്ഷ്യമിട്ടത് കരുതിക്കൂട്ടിയാകുമോ? ഏതായാലും ആക്രമണം വാർത്തയായപ്പോൾ മിസൈൽ അമേരിക്ക തൊടുത്തതല്ല എന്ന് US പ്രസിഡന്റ് വാദിച്ചു. Tomahawk missile likely destroyed that Iranian girls' school. So will the US accept any responsibility? ടോമഹോക്ക് മിസൈൽ വിട്ടതിന് ഉത്തരവാദി അമേരിക്കയല്ലേ എന്ന് ചോദ്യം. ട്രംപിൻ്റെ മറുപടി, ടോമഹോക്ക് മിസൈൽ മറ്റ് പല രാജ്യങ്ങൾക്കുമുണ്ട്, ഇറാന്റെ പക്കലുമുണ്ട് എന്ന്. I will say that the Tomahawk, which is one of the most powerful weapons around, is used by, is sold and used by other countries, that. And whether it's Iran, who also has some Tomahawks, I wish they had more, but whether it's Iran or somebody else, the fact that it's... എന്ന് വെച്ചാൽ ഇറാൻ സ്കൂളിലേക്ക് മിസൈൽ അയച്ചത് ഇറാൻ തന്നെയാകാമെന്ന്. വാസ്തവം എന്താണ്? ടോമഹോക്ക് നിർമ്മിക്കുന്നത് അമേരിക്കയിലാണ്. 4 രാജ്യങ്ങൾ മാത്രമേ അത് വാങ്ങിയിട്ടുള്ളൂ: UK, നെതർലൻഡ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ. ഈ രാജ്യങ്ങളൊന്നും ഇറാനെതിരായ യുദ്ധത്തിലില്ല. ഇസ്രായേലിൻ്റെയോ ഇറാൻ്റെയോ പക്കലും ടോമഹോക്ക് ഇല്ല. സ്കൂളിലിട്ട മിസൈലിൻ്റെ ഭാഗങ്ങളാണിത്. മെയ്ഡ് ഇൻ USA എന്നും നിർമ്മിച്ച US കമ്പനിയുടെ പേരും കാണാം. അമേരിക്കൻ നിർമ്മിത മിസൈൽ എന്ന് വ്യക്തം. ട്രംപ് വെറുതെ പറയുന്നു മിസൈൽ വിട്ടത് ഇറാൻ തന്നെയാകും എന്ന്. അമേരിക്കയല്ലേ സ്കൂളിൽ ബോംബിട്ടതെന്ന് റിപ്പോർട്ടറുടെ ചോദ്യം. Did the United States bomb a girls' elementary school in southern Iran on the first day of the war and kill 175 people? Based on what I've seen, that was done by Iran. Trump, this is a very clear and undeniable evidence of your genocidal attack. ബോംബിട്ടത് ഇറാൻ എന്ന് ട്രംപ് പറഞ്ഞപ്പോഴേക്കും റിപ്പോർട്ടർ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനോട് അതേ ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അന്വേഷിക്കുന്നേ ഉള്ളൂ എന്ന്. ട്രംപിന് ഈ മറുപടി രസിച്ചില്ലെങ്കിലോ എന്ന ഭയത്തിൽ ഇത്ര കൂടി: സിവിലിയന്മാരെ കൊല്ലുന്ന ഏക രാജ്യം ഇറാനാണ്. United States bomb a girls' elementary school in southern Iran on the first day of the war and kill 175 people? Based on what I've seen, that was done by Iran. Is that true, Mr. Hegson? It was Iran who did that? We're certainly investigating.
Still investigating. But the only side that targets civilians is Iran. We think it was done by Iran. ട്രംപ് ഇങ്ങനെ ശഠിച്ച് പറയുമ്പോൾ അതൊന്ന് പരിശോധിക്കണമെന്ന് കുറേ മാധ്യമങ്ങൾക്ക് തോന്നി. ബെല്ലിംഗ് കാറ്റ് എന്ന ഓൺലൈൻ ജേർണലിസം ഗ്രൂപ്പ് ആദ്യമേ രംഗത്തിറങ്ങി. നെതർലൻഡ്സിലെ ഈ സ്ഥാപനം വസ്തുതാ പരിശോധനയും അന്വേഷണ പഠനങ്ങളും ശാസ്ത്രീയമായി നടത്തുന്നവരാണ്. മിസൈൽ വീഴുന്ന വീഡിയോയും മിസൈൽ വന്ന ദിശയും സമാന മിസൈൽ ആക്രമണങ്ങളുമായി താരതമ്യവും ഉപഗ്രഹ ദൃശ്യ പരിശോധനയും എല്ലാം നടത്തി ബെല്ലിംഗ് കാറ്റ് ഖണ്ഡിതമായി പറഞ്ഞു അമേരിക്കൻ ആക്രമണമാണ് ഇത് എന്ന്. പതിവ് പോലെ നുണയാണ് ട്രംപ് പറയുന്നത്. അമേരിക്കൻ വലതുപക്ഷ ചാനലാണ് CNN. അവരും വസ്തുതാ പരിശോധന ചെയ്തു. അവരും തീർത്തു പറഞ്ഞു കുറ്റവാളി അമേരിക്ക തന്നെ. Tonight, a CNN analysis of that attack reveals evidence suggesting that the United States military was likely responsible for it. Our analysis, which is based on satellite imagery, geolocated videos, and the assessment of munitions experts, suggests that this school was hit around the same time that an attack that American forces had launched on a neighboring Iranian naval base. ഇറാൻ അനുകൂലികൾ എന്ന് ഒട്ടും പറയാനാവാത്ത BBC-യുടെ ഫാക്ട് ചെക്ക് വിഭാഗമായ BBC വെരിഫൈയും അമേരിക്ക തന്നെ കുറ്റവാളി എന്ന് സ്ഥിരീകരിച്ചു. We verified this video published by the semi-official Iranian news agency Mehr. It shows a missile striking an Iranian Revolutionary Guard Corps base next to the school. We've slowed the video down and zoomed in. Multiple weapons experts have told BBC Verify that this is a US Tomahawk missile. And it's worth saying Israel and Iran do not have Tomahawk missiles. പരിശോധിച്ച് ബോധ്യമാകുന്നതുവരെ BBC റിപ്പോർട്ട് ചെയ്തിരുന്നത് സ്കൂളിലല്ല, സ്കൂളിനടുത്തുള്ള സൈനിക കേന്ദ്രത്തിലാണ് ആക്രമണം എന്നായിരുന്നു. പരമാവധി അമേരിക്കയ്ക്ക് വേണ്ടി റിപ്പോർട്ട് വിമലീകരിക്കാൻ ശ്രമിച്ചു എന്നർത്ഥം. ഇറാഖിലും ഫലസ്തീനിലും അടക്കം അമേരിക്ക ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളെ ന്യായീകരിച്ചു വന്ന ന്യൂയോർക്ക് ടൈംസിന് പോലും ഇക്കുറി നേര് പറയാതിരിക്കാനാകുന്നില്ല. സ്കൂളിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി, പക്ഷേ നാവിക ബേസിന് അടുത്തായതുകൊണ്ടാണ് എന്ന് ന്യായീകരണം കൂടി ചേർത്തു. എങ്കിൽ പോലും US മിസൈൽ ആക്രമണത്തിലാണ് സ്കൂൾ തകർന്നത് എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നു. എന്നാൽ അവിടെ അമേരിക്ക നടത്തിയത് മനഃപൂർവ്വമുള്ള ഡബിൾ ടാപ്പ് ആക്രമണമാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ആദ്യ ആക്രമണത്തിൽ ബാക്കിയായവരെയും സഹായിക്കാൻ വന്നവരെയും കൂടി വധിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഡബിൾ ടാപ്പ് അഥവാ ഇരട്ട ആഘാതം. മിഡിൽ ഈസ്റ്റായി അക്കാര്യം പഠിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. United States military began in an exclusive investigation. Middle East Eye has found evidence that Iranian children were killed in what witnesses describe as double tap strikes on a girls' school in the southern city of Manab. ദൃശ്യങ്ങൾ പരിശോധിച്ചു, ദൃക്സാക്ഷികളോട് സംസാരിച്ചു. ആദ്യം രക്ഷപ്പെട്ട കുട്ടികളെ അധ്യാപികമാർ മറ്റൊരിടത്താക്കി. മിനിറ്റുകൾക്ക് ശേഷം അവിടെയും ആക്രമണം. But a second strike hit the same area shortly afterwards, killing survivors who had taken shelter there. റോയിറ്റേഴ്സും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും എല്ലാം ഇതേ നിഗമനത്തിലാണ് എത്തിയത്. Human Rights Watch carried out an initial analysis along with several media outlets, including the New York Times, CNN, and the BBC. And they say the evidence points to the US military being responsible for the strike. പക്ഷേ നുണപ്രചാരണം നിലക്കുന്നില്ല. ട്രംപിനോട് ഒരു റിപ്പോർട്ടർ ചോദിച്ചു, ഇറാൻ്റേതാണ് ടോമഹോക്ക് മിസൈൽ എന്ന് താങ്കൾ മാത്രമാണല്ലോ പറയുന്നത്. You just suggested that Iran somehow got its hands on a Tomahawk and bombed its own elementary school on the first day of the war. But you're the only person in your government saying this. Even your defense secretary wouldn't say that when he was asked, standing over your shoulder on your plane on Saturday. Why are you the only person saying this? Because I just don't know enough about it. I think it's something that I was told is under investigation. But Tomahawks are used by others, as you know. Numerous other nations have Tomahawks. They buy them from us. ഇറാനെ കുറ്റപ്പെടുത്തുന്നത് ട്രംപ് നിർത്തിയെങ്കിലും അമേരിക്കയല്ല അത് ചെയ്തത് എന്ന് ആവർത്തിച്ചു. അതേസമയം വൈറ്റ് ഹൗസ് വക്താവ് കാരലൈൻ ലെവിറ്റ് തീർത്ത് പറയുന്നു, ഞങ്ങളല്ല, ഇറാനാണ് സിവിലിയന്മാരെ കൊല്ലുന്നത് എന്ന്. Investigating this matter, and I would just tell you very strongly, the United States of America does not target civilians, unlike the rogue Iranian regime that targets civilians, that kills children, that has killed thousands of their own people in the past several weeks, and uses propaganda quite effectively. And unfortunately, many people in this room have fallen for that propaganda. So I would caution you. US ഇസ്രായേലി പക്ഷക്കാരായ മാധ്യമങ്ങളടക്കം
അമേരിക്കക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴാണ് ഇത്. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് CNN-ഉം BBC-യും അമേരിക്കയെ യുദ്ധക്കുറ്റത്തിൻ്റെ പേരിൽ പഴിക്കുന്നത്. ഇത്രയും കാലം അവ യുദ്ധക്കുറ്റങ്ങളെയും വംശഹത്യയെയും ന്യായീകരിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് പീറ്റർ ഓബേൺ പറയുന്നു, This is pure nonsense. It's a war of aggression, the ultimate crime. These lies just don't stop. We saw it in Iraq with Tony Blair's lies about weapons of mass destruction. We saw it in the destruction of Gaza, and now we're seeing it in Iran, setting the entire Middle East, and quite likely the world, on fire. സ്കൂൾ ആക്രമണത്തിൽ 175 പേർ കൊല്ലപ്പെട്ട വാർത്ത സൺഡേ ടെലിഗ്രാഫിൽ കണ്ടതേയില്ല. ഇസ്രായേലിലാണ് ഇത് എങ്കിൽ ഒന്നാം പേജിൽ വന്നേനെ. The Sunday papers, one of them is the Sunday Telegraph. I've been through it several times. There's no mention of that at all. Imagine if 165 Israelis had been killed in a bomb from Iran. It would have been the story on the front. It would have been covered everywhere. But the death of 165 young girls is just of no consequence at all. And then I read his leader in the Telegraph. The Iranian regime is built on an Islamist doctrine which cannot meaningfully be negotiated with. It's simply untrue. The Iranians do negotiate and they can absolutely be trusted. ഇസ്രായേലിനെ കണ്ണടച്ച് പിന്താങ്ങിയും പുകഴ്ത്തിയും മാധ്യമങ്ങൾ പകർന്ന ആത്മവിശ്വാസത്തിലാണ് ഇത്തരം യുദ്ധക്കുറ്റങ്ങൾ നടക്കുന്നത്. Much of our media has actually praised the Israelis as a moral army, as deserving of the Nobel Peace Prize. Once you've created this media environment, it makes it much easier for America and Israel, supported by Britain, to set about doing the same thing in Iran. Already we are seeing the destruction of schools and hospitals, the destruction also of civilian infrastructure, and 200 or 300 people being killed every day. ഗസ വിഷയത്തിൽ ചില മാധ്യമങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിന് കീഴ്പ്പെട്ടു. വാർത്തകളിൽ മായം ചേർത്തു. This all reminds me so much of the media coverage of the destruction of Gaza, where the media was basically bent. അമേരിക്കൻ നാവികസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സ്കോട്ട് റിട്ടർ സ്കൂൾ കൂട്ടക്കൊലയുടെ നിഷ്ഠൂരത വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ യുദ്ധത്തെ പിന്തുണക്കുന്നവരെല്ലാം കുറ്റവാളികളാണ് എന്ന്. Kill, kill, kill. Well, Pete, you killed them. 170 of them. Children. You're a murderer. You're a war criminal. And so is Donald Trump. And so is every American who supports this war. യുദ്ധം എന്തിന് തുടങ്ങിയെന്നോ എങ്ങനെ തീർക്കണമെന്നോ അറിയാത്ത ട്രംപ് പതുക്കെയാണെങ്കിലും വലതുമാധ്യമങ്ങളും കള്ളങ്ങൾ തിരിച്ചറിയുകയാണ്. US മാധ്യമങ്ങളുടെ പോലും പിന്തുണ ട്രംപിന് നഷ്ടപ്പെടുകയാണ്. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് Media One വെബ്സൈറ്റ് സന്ദർശിക്കുക.